സ്പേസ് ചാനലിൻ്റെ വചന വിചിന്തന വേദിയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം. ഉയർപ്പുകാലത്തിൻ്റെ 6ാമത്തെ ആഴ്ചയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ്. ഉദ്ധിതനായ ക്രിസ്തുവിനോടൊപ്പം നമ്മളുടെ ജീവിതത്തെ ഉയർപ്പിൻ്റെ മഹത്വത്തിലേക്ക് പ്രവേശിപ്പിക്കുവാനായിട്ട് നമ്മെ തന്നെ ഒരുക്കുന്ന ആത്മീയ കാലഘട്ടമാണല്ലോ ഉയർപ്പ് കാലഘട്ടം. സഭാമാതാവ് 4 വായനകളാണ് നമുക്ക് നൽകുക. ആദ്യ 2 ധ്യാനങ്ങൾ വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് പങ്കുവയ്ക്കുക. 2ാമത്തെ ധ്യാനം അംഗത്വത്തെക്കുറിച്ചുള്ള ഒന്നാണ്. 3ാമത്തേത് ഏകത്വത്തെക്കുറിച്ച്, ഐക്യത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ്. യെശയ്യാ പ്രവാചകൻ്റെ പുസ്തകം 52-ാം അധ്യായം 7 മുതൽ 12 വരെയുള്ള വാക്യങ്ങളും, അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും വിശുദ്ധിയെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ് നമ്മെ ഓർമ്മിപ്പിക്കുക. നിങ്ങൾ നിങ്ങളെ തന്നെ വിശുദ്ധീകരിക്കുക, നിങ്ങൾ തിടുക്കം കൂട്ടേണ്ട, ഓടേണ്ടതുമില്ല. ഇസ്രായേലിൻ്റെ പരിശുദ്ധനായിരിക്കും നിങ്ങളുടെ പിൻകാവൽക്കാരൻ. യെശയ്യാ പ്രവാചകൻ്റെ മഹത്തായ ഒരു ധ്യാനമാണത്. ജീവിതത്തിൽ കാത്തുസൂക്ഷിക്കേണ്ട വിശുദ്ധിയുടെ അംശമാണ്, വിശ്വസ്തതയുടെ അംശമാണ് യെശയ്യാ പ്രവാചകൻ അവരെ ഓർമ്മിപ്പിക്കുക. നമ്മോട് തന്നെ വിശുദ്ധി പാലിക്കാനായിട്ട് കാഴ്ചയുടെ മേഖലയിൽ, കേൾവിയുടെ മേഖലയിൽ, സംസാരത്തിൻ്റെ മേഖലയിൽ, ബന്ധങ്ങളുടെയൊക്കെ മേഖലയിൽ വിശുദ്ധി കാത്തു സൂക്ഷിക്കാനായിട്ട് നമ്മോട് തന്നെയുള്ള വിശ്വസ്തതയുടെ ഏറ്റവും പ്രകടമായിട്ടുള്ള അടയാളമാണല്ലോ വിശുദ്ധി എന്നുള്ളത്. അപ്പസ്തോല പ്രവർത്തനം 10-ാം അധ്യായം 9 മുതൽ 16 വരെയുള്ള വാക്യങ്ങളും ഈ വിശുദ്ധിയെക്കുറിച്ച് തന്നെയുള്ള ധ്യാനമാണ് നമ്മൾ ധ്യാനിക്കുക. ദൈവം അവനെ ഓർമ്മിപ്പിക്കുകയാണ്, ദൈവം വിശുദ്ധീകരിച്ചവയെ എങ്ങനെയാണ് നിനക്ക് അശുദ്ധമെന്ന് കണക്കാക്കുവാനായിട്ട് സാധിക്കുക? ദൈവം വിശുദ്ധീകരിച്ച് സൃഷ്ടിച്ച മനുഷ്യനെ, ദൈവം വിശുദ്ധീകരിച്ച് സൃഷ്ടിച്ച സൃഷ്ടപ്രപഞ്ചത്തെ എങ്ങനെയാണ് അശുദ്ധമായിട്ട് കണക്കാക്കുവാനായിട്ട് നമുക്ക് സാധിക്കുക? നമ്മുടെ മനസ്സിൻ്റെ, ചഞ്ചലമായ മനസ്സിൻ്റെ, നമ്മുടെ ഹൃദയത്തിൻ്റെ ഒരു അപാകതയാണല്ലോ, അപക്വതയാണല്ലോ മറ്റുള്ളവരെ അശുദ്ധരായിട്ട് കണക്കാക്കുവാനായിട്ട്, മറ്റുള്ളവരുടെ വിശുദ്ധിയെ അംഗീകരിക്കുവാനായിട്ട് സാധിക്കാത്ത ഒരു അംശം നമുക്കൊക്കെ ഉണ്ടായിരിക്കുക. ജീവിതത്തിൽ കാത്തു സൂക്ഷിക്കേണ്ട വിശുദ്ധിയുടെ അംശം വളരുവാനായിട്ട് നമുക്ക് ആഗ്രഹിക്കുക. അതിനായി സഭാമാതാവ് നൽകുന്ന കൂദാശകളിലൂടെ നമ്മുടെ അനുദിന ജീവിതത്തെ വിശുദ്ധീകരിക്കുവാൻ വേണ്ട കൃപയ്ക്ക് വേണ്ടിയിട്ട് ആഗ്രഹിക്കുക. 2ാമത്തെ ധ്യാനം എഫേസ്യർക്ക് എഴുതപ്പെട്ട ലേഖനം 2-ാം അധ്യായം 11 മുതൽ 22 വരെയുള്ള വാക്യങ്ങളാണ്. അംഗത്വത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ്. പൗലോസ്ലീഹ നമ്മെ ഇപ്രകാരമാണ് ഓർമ്മപ്പെടുത്തുക: നിങ്ങൾ ഇനിമേൽ അന്യരോ പരദേശികളോ അല്ല, വിശുദ്ധരുടെ സഹപൗരരും ദൈവഭവനത്തിലെ അംഗങ്ങളുമാണ്. നമ്മളുടെ അംഗത്വം ദൈവഭവനത്തിലാണ്. ഇന്ന് നമ്മളുടെ അംഗത്വം നമ്മൾ എവിടെയാണ് ഉറപ്പിച്ചിരിക്കുക? നമ്മുടെ ഭവനത്തിൽ നമ്മളുടെ അംഗത്വം ഉറപ്പിച്ചിരിക്കുവാനായിട്ട്, നമ്മുടെ സഭയിൽ നമ്മുടെ അംഗത്വം ഉറപ്പിച്ചിരിക്കുവാനായിട്ട്, നമ്മുടെ ഇടവകയിൽ നമ്മളുടെ അംഗത്വം ഉറപ്പിച്ചിരിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കുന്നുണ്ടോ? അംഗത്വം ഉറപ്പിച്ചിരിക്കുക നമ്മുടെ രജിസ്റ്ററിലുള്ള ഉള്ളതല്ല, മറിച്ച് നമ്മുടെ ക്രിയാത്മകമായ ഇടപെടലിലൂടെ, സജീവമായ സാന്നിധ്യത്തിലൂടെ നമ്മൾ എപ്രകാരമാണ് നമ്മളുടെ അംഗത്വത്തെ ബലപ്പെടുത്തുവാനായിട്ട് നമ്മളൊക്കെ പരിശ്രമിക്കുക. പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലൊക്കെ നമ്മളൊരു ക്രിസ്ത്യൻ ഐഡൻറ്റിറ്റി, അംഗത്വം, ക്രൈസ്തവ സഭയിലുള്ള, ക്രിസ്തുവിലുള്ള നമ്മുടെ വിശ്വാസത്തിൻ്റെ ഒക്കെ അംഗത്വം വെളിപ്പെടുത്തുന്നതിൽ, ഏറ്റുപറയുന്നതിൽ മൊത്തത്തിലൊരു മടി നിറഞ്ഞു നിൽക്കുന്ന ഒരു കാലഘട്ടമാണ്. നമ്മളുടെ അംഗത്വത്തെ, യേശുവിലുള്ള നമ്മളുടെ അംഗത്തെ, വിശ്വാസത്തിലുള്ള നമ്മുടെ അംഗത്വത്തെയൊക്കെ ഊട്ടി ഉറപ്പിക്കുവാനായിട്ട് ഈ കാലഘട്ടം, ഈ ധ്യാനം നമ്മെ ഓർമ്മിപ്പിക്കുകയാണ്. യോഹന്നാൻ്റെ സുവിശേഷം 17-ാം അധ്യായം 20 മുതൽ 26 വരെയുള്ള ഒരു ധ്യാനമാണ്. ഐക്യത്തെക്കുറിച്ചുള്ള ഒരു ധ്യാനമാണ്. പിതാവേ, അങ്ങും ഞാനും ഒന്നായിരിക്കുന്ന പോലെ ഇവരും ഒന്നായിരിക്കേണ്ടതിന് വേണ്ടിയിട്ട് ഞാൻ പ്രാർത്ഥിക്കുന്നുവെന്ന്. ഐക്യമുണ്ടായിരിക്കുക, ഹൃദയത്തിൻ്റെ ഐക്യമുണ്ടായിരിക്കുക. ഏറ്റവും ആദ്യം ഐക്യപ്പെടേണ്ടത് നമ്മോട് തന്നെയാണ്. നമ്മളുടെ രീതിയിൽ, നമ്മളുടെ ശരീരത്തിൻ്റെ ഘടനയിൽ, നമ്മുടെ കളറിൽ, നമ്മളുടെ സംസാര ഭാഷയിൽ എല്ലാത്തിനോടും ഒരു ഐക്യം പ്രാപിക്കുവാനായിട്ട്, അതിനാദ്യം അംഗീകരിക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കുക. ആദ്യമേ നമ്മെ തന്നെ അംഗീകരിച്ച് സ്വീകരിച്ചാൽ മാത്രമാണ് മറ്റുള്ളവരുമായിട്ട് ഒരു അംഗീകരിച്ച്, സ്നേഹിച്ച്, സ്വീകരിച്ച് പോകുവാനായിട്ടൊക്കെ നമുക്കൊക്കെ ഒരു സാധ്യതയുള്ളൂ. 2ാമത്തേത് നമ്മളുടെ കുടുംബാംഗങ്ങളുമായിട്ടൊരു ഐക്യത്തിൻ്റെ മനോഭാവത്തിൽ, പ്രത്യേകിച്ച് നമ്മുടെ മാതാപിതാക്കന്മാരോട്, പ്രത്യേകിച്ച് പ്രായം ചെന്ന മാതാക്കന്മാരോടൊക്കെ ഒരു ഐക്യത്തിൻ്റെ, ഒരല്പം കൂടിയൊക്കെ അനുഭാവപൂർവ്വമുള്ള ഒരു പെരുമാറ്റത്തിന് വേണ്ടിയിട്ട് നമ്മെ തന്നെയൊക്കെ ഒരുക്കുക. ഇടവകയുള്ള നമ്മളുടെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുവാനായിട്ട്, സഭയോടുള്ള നമ്മളുടെ ഐക്യത്തെ ഊട്ടിയുറപ്പിക്കുക. ഈ ഐക്യത്തിൻ്റെ കാതലായ പ്രകടമായ ലക്ഷണം സ്നേഹമാണ്. സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് ഐക്യം കാത്തു സൂക്ഷിക്കുവാനായിട്ട്, സ്നേഹമുണ്ടെങ്കിൽ മാത്രമാണ് നമ്മളുടെ ഐക്യത്തിൽ നിലനിൽക്കുവാനായിട്ട് നമുക്കൊക്കെ സാധിക്കുകയുള്ളൂ. നമുക്കും ആഗ്രഹിച്ച് പ്രാർത്ഥിക്കാം,
യേശുവേ, നിന്നോടുള്ള ഐക്യത്തിൽ നിലനിൽക്കുവാനായിട്ട്, സഭയോടുള്ള ഐക്യത്തിൽ നിലനിൽക്കുവാനായിട്ട്, വിശ്വാസത്തിൻ്റെ ഐക്യത്തിൽ നിലനിൽക്കുവാനായിട്ട് ഞങ്ങൾക്ക് നീ കൃപ നൽകണമേ. ആമേൻ.